ബി.ജെ.പിയുടെ വികസന വാഗ്ദാനം തലസ്ഥാന ജനത മനസ്സിലേറ്റി താരമുദ്ര പതിപ്പിച്ചിരിക്കുകയാണ്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം എൻ.ഡി.എക്കാണ്. തിരഞ്ഞെടുപ്പ് നടന്ന 100-ൽ 50 സീറ്റ് നേടി ചരിത്ര മുന്നേറ്റം നടത്തിയ ബി.ജെ.പിയുടെ മേയർ ആരാകുമെന്നതാണ് അടുത്ത ചോദ്യം. വി രാജേഷിനെ മേയറായി ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിലും മുൻ ഡി.ജി.പി ആർ ശ്രീലേഖയ്ക്കും സാധ്യതകൾ ഏറെയാണ്. കേരളത്തിലെ ആദ്യത്തെ IPS വനിതാ ഉദ്യോഗസ്ഥ എന്ന പരിചയ സമ്പത്ത് ആർ ശ്രീലേഖയ്ക്ക് മുതൽക്കൂട്ടാവുമെന്നാണ് കരുതുന്നത്. ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ഏറെ ഉറ്റുനോക്കുന്ന നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. ഒരു ഉയർന്ന പ്രൊഫൈലും സ്ത്രീ എന്ന പരിഗണനയും എടുത്താൽ ശ്രീലേഖയ്ക്ക് സാധ്യതകൾ ഏറെയാണ്. എന്നാൽ പൊതുരംഗത്തെ പരിചയക്കുറവ് ഒരു പോരായ്മയാകും. കാത്തിരുന്ന് ലഭിച്ച കോർപ്പറേഷൻ ഭരണപരിചയമുള്ള കൈകളിൽ എത്തിക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. ദീർഘകാലത്തെ പൊതുപ്രവർത്തന പരിചയം, കോർപ്പറേഷനിലെ ബി.ജെ.പി മുഖമെന്ന ഇമേജും പരിഗണിച്ചാൽ വി രാജേഷിനാണ് മുൻതൂക്കം. യുവാവെന്ന പരിഗണന കൂടി കണക്കിലെടുത്താൽ കേരളത്തിലെ ആദ്യ ബി.ജെ.പി മേജർ സ്ഥാനം വി രാജേഷിന്റെ കൈകളിൽ എത്തിയേക്കാം. കഴിഞ്ഞ 5 വർഷവും കോർപ്പറേഷൻ ഭരണത്തിനെതിരെ സമരങ്ങൾ നയിച്ചതും രാജേഷ് ആയിരുന്നു.